അപേക്ഷ കൂടാതെ ഒരു പ്രാണിയും ഒരിടത്തും ജീവിക്കുന്നില്ല. അത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരൊറ്റ ജീവിയാണ് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചം തന്നെ ഒറ്റ ജീവിയാണ്. അതിൽ നമ്മുടേതായിട്ട് വേർതിരിഞ്ഞു പോയ ഒരു സമൂഹമുണ്ട്. ഈ സമൂഹത്തിൻ്റേതായ ഭൂമിശാസ്ത്രപരമായ, വർഗപരമായ, ജീവിതശൈലീപരമായ ഒരുപാട് ഭേദങ്ങളും ഒരുപാട് സ്വഭാവ സവിശേഷതകളുമുണ്ട്. അത് എമ്പാടും ഉള്ളതാണ്. കാരണം ഒരേ തരത്തിലുള്ള ചെടിയല്ല ലോകത്തെങ്ങും ഉള്ളത്. ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെല്ലാം പ്രകൃതിയുടെ ഭിന്ന രീതിയിലുള്ള കണക്കുകൂട്ടലുകളാണ്, ഭിന്ന രീതിയിലുള്ള സംഗീതങ്ങളാണ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ജീവിതം ഒരു സംഗീതമാണെങ്കിൽ ഒരുപാട് തരം സംഗീതങ്ങളാണ് ഈ ഒച്ചുചെടി, ഒരു തുമ്പ, ഒരു തഴുതാമ, ഒരു കറുക, അല്ലെങ്കിൽ ഒരു തിരുതാളി. ഇതിനെല്ലാം അതിൻ്റേതായ ജീവിത സംഗീതമുണ്ട്. പക്ഷേ അവൻ ചേർന്നിരിക്കുന്നത് ഈ ഭൂമിയോട്, ഈ ആകാശത്തോട്, ഈ ചുറ്റുപാടിനോടാണ്. അങ്ങനെ ഓരോ വ്യക്തിയായ ഓരോ ചെടിയും ഓരോ ജീവിയും സമൂഹത്തിൻ്റെതായ ഒരു ആത്മാവിനോട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബോധത്തോട്, കർമ്മത്തോട്, ശരീരഘടനയോട് അഭേദ്യമാം വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് അവർക്കെല്ലാവർക്കുമായിട്ടുണ്ടാകുന്ന ഒരു സാമൂഹിക ബോധ സംഗീതത്തിൻ്റെ പരമ്പരയാണ് ഭാഷ എന്ന് പറയുന്നത്. മനുഷ്യന് മാത്രമല്ലല്ലോ ഭാഷയുള്ളത്. ഇന്നാണ് കൂടുതൽ ആ കാര്യങ്ങളിൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഓരോ മരവും എന്തെങ്കിലും ഒരു പ്രതികൂലാവസ്ഥ വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരത്തിലേക്കൊരു മുന്നറിയിപ്പിൻ്റെ തരംഗം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് സയൻറ്റിഫിക് അമേരിക്കൻ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ പണ്ടൊരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പൂർവ്വകഥകളൊക്കെ വായിക്കുമ്പോൾ, ഏത് ദേശത്തെയും പൂർവ്വകഥ വായിക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് മറ്റൊരു ജീവിയോട് സംസാരിക്കുന്നത്, മരം മറ്റൊരു മരത്തിനോട് സംസാരിക്കുന്നത് ഒക്കെ നമ്മുടെ ആഫ്രിക്കൻ നാടോടി കഥകളിൽ വരെയുണ്ട്. എല്ലാം എപ്പോഴും എന്തിനോടെങ്കിലും സംവദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ ഭാഷ. മനുഷ്യന് മാത്രമല്ല ഭാഷ. മനുഷ്യനുണ്ടാക്കിയ ഒരു ലിപി സങ്കേതം മാത്രവുമല്ല ഭാഷ. ലിപികൾ മാറിപ്പോകാം. ലിപികളെല്ലാം കലാകാലം മാറാം. ഇപ്പോൾ ഹാരപ്പ മോഹൻജദാരോ അവിടുത്തെ ലിപി എങ്ങനെ ഡീകോഡ് ചെയ്യും എന്ന് പറഞ്ഞ് പാടുപെടുക നമ്മൾ. അവരവർക്ക് തോന്നുന്ന അവരവർ പറയുന്നുണ്ട്, ഏത് ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരിക്കലും മാറാത്ത ഭാഷണം ഉണ്ട്. ഭാഷണങ്ങളിൽ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരുപാട് ഭേദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും ആദ്യകാലത്തെ വിലാപം തന്നെയാണ് ഇപ്പോഴത്തെയും വിലാപം. ആദ്യകാലത്തെ പ്രണയത്തിൻ്റെ മുറുമുറുക്കലാണ് ഇപ്പോഴത്തെയും മുറുമുറുക്കൽ. ചെറിയ വ്യത്യാസം കാണും വാക്കുകളിൽ, പക്ഷേ ഈണം ഒന്നാണ്. എങ്ങനെ നോക്കിയാലും ചെറിയ താനഭേദങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ദേശത്തുമുള്ള മനുഷ്യജാതിയുടെ വികാരപ്രകടനങ്ങളിൽ സ്വരൈക്യം കാണാം. മറ്റൊരാൾ, ഒരു ആഫ്രിക്കൻ അല്ലെങ്കിൽ അന്റാർട്ടിക്കൻ വ്യക്തി കരഞ്ഞാലും നമുക്ക് മനസ്സിലാവും. നമ്മൾ മലയാളിയാണ്, അതുകൊണ്ട് അത് മലയാളി കരച്ചിലല്ല എന്ന് വെച്ച് നമുക്ക് മനസ്സിലാവാതില്ല. ആ കരച്ചിൽ നമുക്ക് മനസ്സിലാവും. ഈ കരച്ചിലിൻ്റെയോ ചിരിയുടെയോ ആക്രോശത്തിൻ്റെയോ ഭിന്ന രൂപത്തിലുള്ള സ്വരാവിഷ്കാരങ്ങൾ എല്ലാ ദേശത്തും ഉണ്ടാവും. അതിൻ്റെ വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പദങ്ങളും ഉണ്ടാവും. കാരണം മനുഷ്യ ശരീരമെന്ന് പറയുന്നത് പോലും അടിസ്ഥാനപരമായി, എൻ്റെ രീതി അനുസരിച്ച്, എൻ്റെ കാഴ്ച അനുസരിച്ച്, അടിസ്ഥാനപരമായി നമ്മുടെ DNA-ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ശബ്ദതരംഗങ്ങളാണ്. പ്രപഞ്ചം മുഴുവനും
അത്തരത്തിൽ ശബ്ദ തരംഗങ്ങളായിട്ടാണ് പ്രസരിക്കുന്നതെന്ന് പുതിയ ശാസ്ത്രം പറയുന്നുണ്ട്. ഏറ്റവും പുതിയ ശാസ്ത്രം സ്ട്രിങ് തിയറി എന്നൊരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ട്രിങ് തിയറിയിൽ സ്പന്ദങ്ങളുടെ ഇങ്ങനെ അനുസ്യൂതിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്. ആ സ്പന്ദം മുഴുവൻ, അതിൻ്റെ അടിസ്ഥാനം മുഴുവൻ സൗണ്ടാണ്, ശബ്ദമാണ്. ഏറ്റവും പുതിയ കാഴ്ചകൾ അങ്ങനെയാണ്. ദ വേൾഡ് ഈസ് സൗണ്ട്, നാദബ്രഹ്മ എന്നൊരു പുസ്തകം ഒരു ജർമ്മൻ മ്യൂസിക്കോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ മ്യൂസിക്കോളജിസ്റ്റ് തന്നെ ഈ വസ്തുത കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. നമുക്ക് ലോകത്തിൽ മനുഷ്യജീവി എന്നല്ല ഏത് ജീവിയും ഉൾക്കൊള്ളുന്ന ഒരേ തരത്തിലുള്ള ഒരു ആവിഷ്കാരോപാധിയുണ്ട്. ആ ആവിഷ്കാരോപാധി എന്ന് പറയുന്നത് ഒരു ദേശത്തും ഒരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും അതുപോലെ മനുഷ്യകുലത്തിലും അല്ലെങ്കിൽ ജീവികുലത്തിലും ഏതാണ്ട് സാമാന്യമാണ്. ദേശപരമായ ചെറിയ വ്യത്യാസമാണ് അതിനുള്ളത്. ആ ദേശപരമായ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ മലയാളി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഓർമ്മയ്ക്കുള്ളിൽ ഒരു അനുഭവ പരമ്പര അല്ലെങ്കിൽ ഒരു ബോധ ജ്ഞാന പരമ്പര ഉണ്ടാവും. അതാണ് എൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ സ്വഭാവത്തെയും പരസ്പര ബന്ധത്തെയുമൊക്കെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെ രൂപപ്പെടുത്തുമ്പോൾ ഞാൻ ഈ സമൂഹത്തോട് ഒരു സമൂഹത്തോട് നമ്മൾ ബന്ധമുള്ളവരായി. ഈ സമൂഹ ബന്ധമില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കില്ല. നമ്മുടെ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പോലും പറ്റില്ല. ഈ തരത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ ഭാഷാ ചിന്തകളെ ഒന്ന് നോക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭാഷ പല വിധത്തിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പലതിനായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അത് ദയനീയമായ ഒരവസ്ഥയാണ്. അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ പരദ്രോഹബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ സ്വയം ജയിക്കണം എന്ന തോന്നൽ കൊണ്ടോ ഉണ്ടാകുന്ന സങ്കുചിത ബോധമാണ്. ഞാനിവിടെ പെട്ടെന്നൊരു കാര്യം ഓർമ്മിക്കുകയാണ്. നമ്മുടെ ലോകത്ത് തന്നെ മഹാത്മാവ് എന്ന് വിളിക്കാവുന്ന ഒരു നോവലിസ്റ്റ് നമുക്കുണ്ട്. ചന്തുമേനോനെ താഴ്ത്തി കാണുന്നില്ല, എങ്കിലും CV രാമൻപിള്ളയെ അങ്ങനെ കാണാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തേറ്റവും മഹാത്മ്യമുള്ള കഥാകൃത്തുക്കളിൽ ഒരാളായിട്ട് ആണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാമരാജാ ബഹദൂർ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ പലരും അധികം വായിച്ചിരിക്കും. തീർച്ചയായിട്ടും വായിച്ചിട്ടില്ലാത്തവർ 2 കൃതികളെങ്കിലും വായിക്കണം എന്ന് എനിക്കൊരപേക്ഷയുണ്ട്. CV രാമൻപിള്ളയുടെ രാമരാജാ ബഹദൂറിലെ ഒരധ്യായത്തിൽ അഴകൻ പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. ആ അഴകൻ പിള്ള ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ലയിൽപ്പെടുന്ന ഒരു സ്ഥലത്ത് ഉള്ള ആളാണ്. ആ ആഖ്യായികയിലെ വിവരണമനുസരിച്ച് അവിടെയുള്ള അയാൾ രാജഭക്തനായിരുന്നു. രാജഭക്തൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന പ്രത്യേക വ്യക്തിയോടുള്ള ഭക്തിയല്ല, രാജാവ് എന്ന സ്ഥാനത്തോടുള്ള ഭക്തി അതുള്ളവനാണ്. അവൻ രാജാവിനെ വളരെയധികം ആദരിക്കുമ്പോൾ ആ രാജാവ് പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളെയും ജനങ്ങളെയും രാജ്യത്തെയും ആദരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ യാദൃച്ഛികമായിട്ട് അയാൾ കേട്ടു
അങ്ങ് വടക്ക് നിന്ന് ഒരു അടിപിടി ചട്ടമ്പി വന്നിരിക്കണം, ഗുസ്തിക്കാരൻ. കർണാടക ദേശത്ത് നിന്ന് ഒരു ഗുസ്തിക്കാരൻ ചാരപ്പണി ചെയ്യാൻ തിരുവനന്തപുരത്തു നിന്ന് താമസിച്ച് ഇവിടുത്തെ ഗുസ്തിക്കാരെയൊക്കെ വെല്ലുവിളിച്ച് അടിമപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അയാൾ കർണാടക ദേശത്തെ ഭരണാധികാരിയുടെ ചാരനായിട്ട് വന്ന് നിൽക്കുന്നവനാണെന്ന് ആർക്കും അധികം അറിയില്ല. ഇവനും അറിഞ്ഞുകൂടാ. ഏതോ ഒരു അടിപിടിച്ചട്ടമ്പി വന്നിരിക്കണു. ഈ അടിപിടിച്ചട്ടമ്പിക്ക് എതിര് കിട്ടാണ്ട്, അയാളെ തോൽപ്പിക്കാൻ ആളിനെ കിട്ടാതെ പൊന്നു തമ്പുരാൻ, അതായത് രാജാവ്, വല്ലാതെ വിഷമത്തിലായിരിക്കുന്നു. എന്നാൽ ഞാൻ അരക്കൈ പാത്തുകളയാം എന്ന് വിചാരിച്ച് അവൻ ഇങ്ങോട്ട് വരികയാണ്. നേരെ തിരുവനന്തപുരത്ത് വന്നു. അന്ന് ഇന്നത്തെ കിഴക്കേക്കോട്ട അന്യാധീനപ്പെട്ടു പോയ സ്ഥലമാണ് അന്ന് രാജാവ് താമസിച്ചിരുന്ന സ്ഥലം. അവിടെ വന്നു. ആരും ആയുധവാണികളായിട്ടുള്ള ദ്വാരസ്ഥന്മാർ, ഗേറ്റ് കാവൽക്കാർ, അവരാരും അകത്ത് കടത്തി വിട്ടില്ല. ഇവൻ അവരെയൊക്കെ തട്ടി മാറ്റി അകത്ത് കടന്നു. അകത്ത് കടന്നപ്പോൾ ഒരു വൃദ്ധൻ, ഒരു വളരെ ദശരഥ പ്രഭാവനായുള്ള ഒരാൾ എന്നാണ് പറയുന്നത്. വൃദ്ധൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ അയാളെ അടുത്ത് ചെന്നിട്ട് അമ്മാച്ച എന്ന് വിളിക്കുന്നു. രാജാവാണ് ഇദ്ദേഹം. രാജാവിന് അമ്മാച്ച എന്ന് വിളി. രാജാവെന്ന് അറിഞ്ഞെങ്കിൽ അയാൾ വിളിക്കില്ല. അമ്മാച്ച എന്ന് വിളിച്ച് വർത്തമാനം തുടങ്ങുന്നു. വർത്തമാനം തുടങ്ങുമ്പോൾ ഈ രാജാവിന് പെട്ടെന്നുള്ളിൽ തോന്നിയ ഒരു സംഗതി CV രാമൻപിള്ള ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഭാഷ, ഈ അഴകൻപിള്ള എന്ന് പറയുന്ന നാടൻ്റെ ഭാഷ, തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ വ്യാപാര വിവിധത്വങ്ങളെ നല്ലതിന്മണ്ണം ഗ്രഹിച്ചിരുന്ന വൃദ്ധന് ദേവഭാഷ പോലെ കർണാനന്ദകരമായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കഥാകൃത്ത്, ഒരു എഴുത്തുകാരൻ ഭാഷയെ എങ്ങനെ കാണുന്നു, ആ ഭാഷ ഉപയോഗിക്കുന്ന ജനത്തെ എങ്ങനെ കാണുന്നു. ഒരെഴുത്തുകാരൻ ഈ രാജാവ് എങ്ങനെ കാണുന്നു എന്നാണ് എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എഴുത്തുകാരൻ എങ്ങനെ കാണുന്നു എന്നത് കണ്ടിട്ട് ഞാനും CV നമസ്കരിച്ചു പോയിട്ടുണ്ട്. അവൻ്റെ ഭാഷ തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ വ്യാപാര വിവിധത്വങ്ങളെ നല്ലതിന്മണ്ണം ഗ്രഹിച്ചിരുന്ന വൃദ്ധന് ദേവഭാഷ പോലെ കർണാനന്ദകരമായിരുന്നു. CV ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് എല്ലാ ഭാഷയും ദേവഭാഷയാണ്. ഭാഷയിൽ എളുപ്പവും വലിപ്പവും ഇല്ല. എല്ലാ മനുഷ്യരുടെയും ഭാഷ, അവരേത് വിധത്തിൽ, ഏത് വർഗത്തിൽ, ഏത് വിഭാഗത്തിൽപ്പെട്ടാലും അത് അവർക്ക് പ്രകൃതി കൊടുത്ത ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഭാഷയാണ്. അതവൻ്റെ ഭാഷയാണ്, അതവൻ്റെ സ്വത്വമാണ്, അവൻ്റെ ശക്തിയാണ്, ബലം, അതായത് ആത്മബലമാണ്. ഒരു ജനതയുടെ ഭാഷ ആ ജനതയുടെ ആത്മബലമാണ്, സ്മൃതിബലമാണ്, അസ്തിത്വമാണ്. അവൻ്റെ ശരീരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ ബലം കൊടുക്കുന്നത് അവൻ്റെ ഭാഷയുടെ ഈ പടർച്ചയാണ്. അവൻ്റെ ഒരു ഭാഷയുടെ ഒരംശം തൊട്ടാൽ ആ ഭാഷ പകർന്നു തരുന്ന ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇവൻ്റെ മനസ്സ് പോകാതിരിക്കില്ല. അങ്ങനെയാണ് ഭാഷയുടെ പ്രത്യേകത എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ ഭാഷയിൽ, നമ്മുടെ ഏത് ദേശത്തിൻ്റെയും ഭാഷയിൽ അതുണ്ട്. ഏത് ദേശത്തിൻ്റെയും ഭാഷയിൽ ആ ദേശം അതുവരെ ജീവിച്ചതിൻ്റെ എല്ലാ ചരിത്രവും, എല്ലാ വികാരവും, എല്ലാ ദർശനവും, എല്ലാ ആചാരവും അടങ്ങിയിട്ടുണ്ട്. പല രീതിയിൽ പിൽക്കാലം അതിനെ വ്യാഖ്യാനിച്ചു എന്ന് വരാം. പക്ഷേ ഈ എല്ലാ ജനതയുടെയും അംശങ്ങൾ അതിനകത്തുണ്ട് എന്ന് വരുമ്പോൾ ഞാനത് തൊട്ടാൽ എല്ലാ ജനവും എന്നെയും സ്പർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. അവരെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നും. അങ്ങനെ പൂർവ്വ സമൂഹങ്ങളുടെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിലും ഉണ്ടാവും.
ഞാനിപ്പോൾ CV രാമൻപിള്ളയുടെ ഈ അഴകൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ തൊട്ടപ്പോൾ അഴകൻപിള്ള ജീവിച്ചിരുന്ന ആ സമൂഹത്തിൻ്റെ ജീവിത സ്വഭാവത്തെ ഞാൻ തൊട്ടു, അല്ലെങ്കിൽ അവരെന്നെ തൊട്ടു. എൻ്റെ കൂടെ അവരുണ്ട്. അതാണ് സ്മൃതി പരമ്പര എന്ന് പറയുന്നത്. നമുക്കെന്താണ് ബലം? കായബലമാണോ, ധനബലമാണോ, ബന്ധുബലമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ബലം സ്മൃതിബലമാണ്. ഓർമ്മ എന്നൊന്നില്ലെങ്കിൽ നമുക്കെന്തു ബലമാണ് ഉള്ളത്? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്ന ഒന്നിലാണ് ഇതെല്ലാം വന്ന് ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദേശത്തെ ജനം അവൻ്റെ സ്വന്തം ഭാഷ മറന്നുപോകുന്നവനാണെങ്കിൽ അവൻ്റെ സ്മൃതി പാടെ അറ്റുപോയി. ഓർമ്മയുടെ വേരും വിത്തുമെല്ലാം പോയി. വേരും വിത്തും പോയ ഓർമ്മയിൽ നിന്ന് ഒരു വ്യക്തി പുനർജീവിക്കില്ല. അവൻ പിന്നെ പാവയായിരിക്കും. അപ്പോൾ നമുക്ക് ദേശങ്ങളിലുള്ള എല്ലാ ഭാഷയും പുറത്തുള്ള ഭാഷയും എല്ലാം സ്വീകരിക്കാം. അവയെല്ലാം സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ എന്തോ ഉള്ളത് നഷ്ടപ്പെടും. സ്വായത്ത സിദ്ധികൾ നഷ്ടപ്പെടും. നമ്മൾ പരായത്ത ജീവികളാകും. പാടേ പരായത്ത ജീവികളാകും. സ്വായത്ത സിദ്ധികളുള്ള ജീവികളാവില്ല. സ്വത്വം നഷ്ടപ്പെട്ടവരാവും എന്ന് പൊതുവെ പറയാം. ആ സ്വത്വനഷ്ടം നമ്മുടെ ഭാവനയെ, നമ്മുടെ സൗന്ദര്യ ദർശനത്തെ, നമ്മുടെ മനുഷ്യബന്ധങ്ങളെ, വ്യക്തി എന്ന നിലയ്ക്കുള്ള എൻ്റെ തന്നെ മാനസികമായ സ്വാസ്ഥ്യത്തെ എല്ലാം നഷ്ടപ്പെടുത്തും. ചരകസംഹിതയിൽ ചരകൻ്റെ ചരകസംഹിത എന്നൊരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമുണ്ട്. ആ ചരകസംഹിതയിൽ ശരീരത്തിനെക്കുറിച്ചൊരു സംഗതി പറയുന്നുണ്ട്. സത്വം ആത്മാ ശരീരം ച ത്രയം ഏതത് ത്രിദണ്ഡവത്. 3 തൂണുകളിലാണ് ജീവിതം നിൽക്കുന്നത്. സത്വം, ആത്മാവ്, ശരീരം. സത്വം എന്ന് പറഞ്ഞാൽ മനസ്സ്, പിന്നെ ശരീരം, ആത്മാവ്. ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ഒരേപോലെ ഒരേ ശക്തിയോടെ ഒന്ന് തന്നെ 3 ഭാവങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം സ്വസ്ഥമായിരിക്കുന്നത്. ഇത് ഒതുക്കിക്കൂട്ടിയുള്ളൊരു കാഴ്ചയാണ്. എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് 3 അംശങ്ങളെ ഒരുമിച്ച് ഒരേ ശക്തിയോടെ നിലനിർത്തണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതിന് വേറൊരു ബാഹ്യമായ അർത്ഥമുണ്ട്. ഭൂമി, അന്തരീക്ഷം, ആകാശം, ഈ 3നെയും കൂടെ ഞാൻ ഗണിക്കണം. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, ഇതെല്ലായിടത്തും ഇത് വ്യാപിക്കും. ആ സമൂഹം കൂടെ ഇല്ലെങ്കിൽ ഞാൻ ദുർബലനാണ്, ബലഹീനനാണ്. ഇപ്പം ഞാൻ മലയാള നാട്ടിൽ താമസിക്കുന്നവനാണ്. മലയാള നാട്ടിൽ താമസിക്കുന്നവനായ എനിക്ക് എൻ്റെ മലയാള സമൂഹം കൂടെ ഇല്ലെങ്കിൽ ഞാൻ ബലഹീനനായി കഴിഞ്ഞു. എൻ്റെ സമൂഹം എന്ന് പറയുന്നത് ഒരു ജാതിയല്ല, ഒരു മതമല്ല. എല്ലാ തലത്തിലും ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രയത്നം കൊണ്ടാണല്ലോ എനിക്കിതെല്ലാം അനുഭവയോഗ്യമായിട്ടുള്ളത്. അവരുടെ എല്ലാം ചിന്തകളും സ്വപ്നങ്ങളും കൂടെയാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ എല്ലാം സംഗീതം കൂടെയാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ ഞാൻ എന്ന് ഒരു ഉറപ്പുണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്ന ബലം അപാരമാണ്. നിങ്ങൾ ഇതിനകത്തെ സൈക്കോളജി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഒറ്റയാണ് എന്ന് കരുതുന്നവൻ ദുർബലനാണ്. എനിക്കെല്ലാവരുമുണ്ട് എന്ന് കരുതുമ്പോൾ ഞാൻ എല്ലാവരുടെയും ബലം ഉള്ളവനാണ്. എല്ലാവരുടെയും ബലമുള്ളവനാകുമ്പോൾ ഈ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കൂടെ നിർത്താനും ഞാൻ തയ്യാറാവും. നമ്മൾ ഭിന്നിച്ചു പോകുന്നവരാണിപ്പോൾ. ഒരുപാട് ഭിന്നിക്കലുകളുണ്ട്. ഇപ്പോൾ നിൻ്റേതിലും മുന്തിയതായി വരാം എന്നുടുപ്പിത് ആർക്കും കടയിൽ കിടയ്ക്കും എന്ന് വള്ളത്തോളിൻ്റെ ഒരു വരിയുണ്ട്. ശ്രദ്ധിക്കണം. ഉടുപ്പ് നമുക്ക് മാറി മാറി ഇടാം വേറെ, പക്ഷേ നമ്മുടെ മാനസശക്തി
ഒന്നാവുക. ആ മാനസശക്തി ഒന്നായിരിക്കുമ്പോഴാണ് ഒരു സമൂഹം ബലിഷ്ഠ സമൂഹം ആവുന്നത്. ഇതാണ് ഭാഷയെ സംബന്ധിച്ച എൻ്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ച. എൻ്റെ ഭാഷ എൻ്റെ മാത്രം ഭാഷയല്ല. എൻ്റെ ഭാഷ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഭാഷയാണ്. എൻ്റെയും നിൻ്റെയും അവൻ്റെയും ഭാഷയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ടാവാം. അത് എല്ലാ കാലത്തും എല്ലാവരും പകർന്നു ഉപയോഗിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ നമ്മൾ പഴയതാക്കിയിട്ടുണ്ട്, ചില വാക്കുകൾ പുതുതാക്കിയിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് പരിഗണിക്കാനും അപഗ്രഥിക്കാനും നിങ്ങൾക്ക് കഴിയും. ചിലതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ശരിയാണ്. ഭാഷയ്ക്കുള്ളിൽ ഒരുപാട് ഭാഷകൾ ചത്തുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ കൊന്നുകളയുന്നത് നമുക്കിത് മോശമാണ് എന്ന് വെച്ചിട്ടാണ്. ആലോചിച്ച് നോക്കണം. എൻ്റമ്മീ എൻ്റെ ആങ്ങളമാരെ എന്ന് ഒരു നാടൻ പാട്ടുണ്ടല്ലോ. എൻ്റെ അമ്മീ എന്നാണ് പറയുന്നത്. അമ്മി, എൻ്റെ അമ്മി. ആ അമ്മി എന്ന പദം തന്നെ പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞു. അമ്മിങ്കര എന്ന് കന്യാകുമാരി ജില്ലയിലെ താഴ്ന്ന ജാതിയിൽ പെടുത്തപ്പെട്ട ആളുകൾ മേൽജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിളിക്കുമായിരുന്നു അമ്മിങ്കർ. അത് തന്നെ അമ്മി. സിംഹള ഭാഷയിലും അമ്മി ആണ്, അമ്മ. നമ്മൾ അമ്മ എന്ന് പറയുന്നു, അവരമ്മി എന്ന് പറയുന്നു. നമ്മൾ ആ വാക്കിനെടുത്ത് അടുക്കളയിലെ കല്ലിന് കൊടുത്തു, അമ്മി. അപ്പോൾ പിള്ളക്കല്ലിന് കുഴവി എന്നും കൊടുത്തു. കുഴവി കുഴന്തായി, കുഴന്തയാണ് കുഴവിയായത്. പക്ഷേ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു പ്രത്യേകത, കല്ലിന് പോലും മാതൃസ്ഥാനം കൊടുത്തു എന്നുള്ളത്. അമ്മയും മോളും, അതിന് ജീവനുണ്ട്. കല്ലിന് ജീവൻ വെപ്പിച്ചു നമ്മൾ, അമ്മയും കുഴവിയും. ഇപ്പോൾ ഇതൊക്കെ മാറിപ്പോയി, ആ വാക്കുകളെല്ലാം ചത്തുപോയി. മിക്സിയും ഗ്രൈൻഡറും എന്നുള്ള വാക്കുകൾ നമ്മൾ അവിടെ വെച്ചു, അതിന് ജീവനില്ല. പക്ഷേ അമ്മയ്ക്കും കുഴവിക്കും ജീവനുണ്ടായിരുന്നു. നമ്മുടെ മനസ്സുകളുടെ വ്യത്യാസം നോക്കൂ. ഒരു ഭാഷ മാറ്റിപ്പിടിക്കുമ്പോൾ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഈ അമ്മി എന്നുള്ള വാക്കൊക്കെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാക്കുകൾ തന്നെ, നമ്മുടെ സ്വന്തം വാക്കുകൾ തന്നെ നമ്മൾ കൊന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ വാനിഷിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന വിഭാഗത്തിലും പെടുത്താം. നമ്മുടെ തന്നെ ഒരുപാട് വാക്കുകൾ കൊല്ലപ്പെട്ടു. നമ്മുടെ തന്നെ ഒരുപാട് വാക്കുകൾ പടിയറച്ച് പിണ്ടം വയ്ക്കപ്പെട്ടു. ഒരു വാക്ക് ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഒരാശയവും ഒരു ജീവിതവും ഒരു കൽപ്പനയും ഒരു വികാരവും കൂടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. ഏത് ഭാഷയിലും അതെ. ക്ലാമത്ത് എന്ന നദിക്കരയിൽ, അമേരിക്കയിൽ ക്ലാമത്ത് എന്ന നദിക്കരയിൽ ജീവിച്ചിരുന്ന ഒരു അമ്മൂമ്മയുടെ കയ്യിൽ ഒരു 500 വാക്കുകളെങ്കിലും ഉണ്ടായിരുന്നു പഴയ ഭാഷയിൽ. ആ അമ്മൂമ്മ മരിച്ചതോടുകൂടി അവരുടെ ആ ഭാഷയും ആ ഓർമ്മയും ആ ജീവിതവും പാടെ മരിച്ചു. ഞാനതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. 1600 തരം ഭാഷകളെങ്കിലും ഉണ്ടായിരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും, റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയ്ക്ക് വരെ. അങ്ങനെ ഭാഷകൾ നശിച്ചു പോകുമ്പോൾ, ഒരു ഭാഷ നശിക്കുമ്പോൾ ഒരു ജനം നശിക്കുന്നു, ഒരു ജനത്തിൻ്റെ സ്വത്വം നശിക്കുന്നു, അവരുടെ ജീവിതം നശിക്കുന്നു, സംസ്കൃതി നശിക്കുന്നു. ഈ നാശം വരാതിരിക്കാനാണ്, ഒരു ജനത നശിച്ചു പോകാതിരിക്കാനാണ്, ഒരു ജനതയുടെ ഓർമ്മ പാടെ കഴുകിക്കളഞ്ഞു പോകാതിരിക്കാനും അവരുടെ ആത്മബലം മുഴുവൻ ചോർത്തപ്പെട്ടു പോകാതിരിക്കാനുമാണ് ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. ആധുനിക കാലത്തെ ഭാഷാ നയത്തെക്കുറിച്ചും ഭാഷാ ചിന്തയെക്കുറിച്ചും ഞാൻ അധികമൊന്നും ഇവിടെ വിശാലമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അത്രയ്ക്ക് അറിഞ്ഞും കൂടാ. ഞാൻ എൻ്റേതായിട്ട് 1988 മുതലെങ്കിലും സജീവമായി ഭാഷയുടെ കാര്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അക്കാലത്ത് ഭാഷയ്ക്ക് വേണ്ടി ഒരു വലിയ സമരം എം കൃഷ്ണൻ നായർ സാറും ONV കുറുപ്പ് സാറും എല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കാലത്ത് തന്നെ ഞാൻ ഒരു ലേഖനം അന്നത്തെ കേരള കൗമുദിയിൽ എഴുതിയിരുന്നു. നിങ്ങൾ ജനിച്ചിട്ടില്ലാത്ത സമയമാണ് അല്ലേ, 88-ലാണ്.
അന്നത്തെ ആ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1372 ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് പ്ലീഡിംഗ് എന്ന് പറഞ്ഞൊരു നിയമം ഇംഗ്ലണ്ട് ഭരണകൂടം പാസാക്കി. ആ നിയമം പാസാക്കിയതിന് ശേഷമാണ് ഇംഗ്ലണ്ടിൽ പ്രാഥമിക വിദ്യാലയങ്ങളിൽ നാടൻ ഭാഷയായ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. കോടതിയിലെ കീഴ്ഘടകങ്ങളിലും അന്നത്തെ നാട്ടുഭാഷയായ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആരംഭിച്ചത്, തുടക്കമിട്ടത് മാത്രം. പിന്നീടാണ് വളർന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ട് വരെ സ്വന്തം ഉച്ചാരണം ഇല്ലാതിരുന്ന ഒരു ജനതയാണ് ഇംഗ്ലീഷ് ജനത. സ്വന്തമായി ഉച്ചാരണം ഇല്ലാതിരുന്നു. അവർ ഒന്നുകിൽ നോർമണ്ടി ഫ്രഞ്ചോ ലത്തീനോ ചേർത്ത് വർത്തമാനം പറയണം. അവരുടെ നാട്ടുഭാഷയ്ക്ക് ഒരു ഡയലക്റ്റിൻ്റെ യോഗ്യത പോലും ഇല്ലായിരുന്നു, ഒരു സ്ഥാനവും ഇല്ലായിരുന്നു. ഇങ്ങനെ യാദൃച്ഛികമായ ഒരു സ്റ്റാറ്റ്യൂട്ട് ഓഫ് പ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു നിയമം വന്നതോടുകൂടി എലിമെൻ്ററി സ്കൂളുകളിൽ കഷ്ടിച്ച് ഭാഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് എത്ര സ്വരമുണ്ട്, എത്ര വ്യഞ്ജനമുണ്ടെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ കാലത്തിനു മുമ്പ് അതിഗംഭീരമായ സാഹിത്യമുണ്ടായ നാടാണ് മലയാള നാട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാൻറ്റർബറി ടൈൽസ് എന്ന് പറയുന്ന ചോസറുടെ കൃതി എഴുതപ്പെടുന്ന കാലത്തും ഇംഗ്ലീഷ് സ്വസ്ഥമായ ഒരു ഇംഗ്ലീഷ് ആയിരുന്നില്ല. പക്ഷേ കാൻറ്റർബറി ടൈൽസ് എഴുതുന്ന കാലത്തിൻ്റെ അടുപ്പിച്ച് തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ പുന്നമ്പൂരിയുടെയും ചെറുശ്ശേരിയുടെയും മറ്റും എഴുത്തുകൾ വായിച്ചു നോക്കുക. ഇന്നും മനസ്സിലാവില്ലേ നമുക്ക്? അന്നത്തെ ഭാഷ നമുക്കിന്നും മനസ്സിലാവും, അന്നത്തെ മലയാളം. അപ്പോൾ ആ കാലം മുതലെങ്കിലും രൂഢമായ ഒരു ഭാഷാ ശൈലീ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉറച്ചിരുന്നു. കേരള ഭാഷ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. ഒരുപാട് ജനങ്ങൾ ഒരുപാട് രീതിയിൽ ഉച്ചരിച്ച് ഭേദം വരുത്തി രൂപപ്പെടുത്തി എടുത്ത ഒന്നാണ് നമ്മുടെ ഭാഷ. ഒരുപാട് സംസ്കാരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ സംസ്കാരങ്ങളുടെ മുഴുവൻ സമ്പത്തുകൾ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്, എടുത്ത് നമ്മുടെ രീതിയിൽ ഉച്ചരിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് നമ്മുടെ രീതിയിൽ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ആവും. ഹോസ്പിറ്റൽ എന്ന വാക്ക് ആശുപത്രി എന്ന് നമ്മൾ പറയുമ്പോൾ ആശുപത്രി എന്ന വാക്ക് നമ്മുടെയാണ്, ഇംഗ്ലീഷുകാരൻ്റെ അല്ല. ഹോസ്പിറ്റൽ എന്ന വാക്കാണ് ഇംഗ്ലീഷുകാരൻ്റേത്. നമ്മൾ ആശുപത്രി എന്ന് പറയുന്നു. പക്ഷേ തെക്കൻ നാട്ടിലൊക്കെ ആയുത്തിരി എന്നും പറയും. ആശുപത്രി എന്നതിന് പേര് ആയുത്തിരി എന്ന് പറയാറുണ്ട്. ബറ്റാലിയൻ എന്ന വാക്ക് നമ്മുടെ നാട്ടുംപുറത്തുകാർ ഒന്നും അറിഞ്ഞുകൂടാത്ത പാവങ്ങളായിരിക്കും, അവരെടുത്തിട്ട് അവരുടെ വാക്കുണ്ടാക്കി പട്ടാളം. ബറ്റാലിയൻ എന്ന വാക്ക് പട്ടാളമായപ്പോൾ പട്ടാളം നമ്മുടെയായി. ഇനി ഇംഗ്ലീഷുകാരൻ പട്ടാളം എൻ്റെ വാക്കാണെന്ന് പറയാൻ അവകാശമില്ല, അത് നമ്മുടെ വാക്കാണ്. ആശയങ്ങൾ എവിടുന്നും എടുക്കുക. ആശയങ്ങളും ചിലപ്പോൾ വാക്കുകളും കഥകളും സമ്പ്രദായങ്ങളും ഒക്കെ എവിടുന്നും എടുക്കാം. എടുത്തിട്ട് നമ്മുടേതാക്കി മാറ്റുമ്പോൾ നമ്മുടേതായൊരു സർഗപ്രക്രിയ അവിടെ ഉണ്ടാവും. ആ സർഗപ്രക്രിയയാണ് നമ്മുടെ വാക്കുകളെ നിശ്ചയിക്കുന്നത്. തമിഴൻ ശീഘ്രം എന്നൊരു വാക്കെടുത്തു. ശീഘ്രം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ നിന്നാണ് എടുത്തത്. ഇന്ന് അതിനെ സംസ്കൃതമായിട്ട് അംഗീകരിക്കുന്നില്ല. സംസാരം എന്നൊരു വാക്കുണ്ട്. സംസാരം എന്ന വാക്ക് സംസ്കൃതത്തിൽ വേറെയാണ് അർത്ഥം, സംസരിക്കൽ. അതിൽ നിന്നാണ് സംസാരം, ഭൗതിക ജീവിതം എന്നർത്ഥം വരുന്നത്. തമിഴൻ്റെ സംസാരം വേറെയാണ്. അഴകിയ ചുക്കലിംഗം പിള്ള എന്ന പ്രൊഫസറോട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ എന്തോ പറഞ്ഞ് ഒരു ചെറിയ വിഷമം വന്നപ്പോൾ ആ തമിഴ് പ്രൊഫസറോട് ഈ നമ്മുടെ മലയാളം മാത്രം അറിയുന്ന, മലയാളവും ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന, തമിഴ് അറിഞ്ഞുകൂടാത്ത ലൈബ്രറിയൻ പറഞ്ഞു, സാറിൻ്റെ സംസാരം അത്ര ശരിയല്ല എന്ന്. അപ്പോൾ ഈ പ്രൊഫസർ അടിയാണ് കൊടുത്തത്. സ്വന്തം ഭാര്യയെ പറഞ്ഞു എന്ന് പറഞ്ഞു. വ്യത്യാസം നോക്കൂ. ഒരു വാക്കെടുത്തിട്ട് ആ വാക്കിനെ അവൻ്റെ ഭാഷയിലേക്ക് പരിവർത്തനപ്പെടുത്തുമ്പോൾ ആ പരിവർത്തനം കൊണ്ട്
എന്ത് സംഭവിക്കുന്നു? ആ വാക്ക് അവൻ്റെ സൃഷ്ടിയായും അവൻ്റെ വികാരമായും അവൻ്റെ ജീവിതമായും മാറുന്നു. ലോകത്തെമ്പാടും എല്ലാ തരത്തിലും ഈ പ്രക്രിയ സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ അടുത്ത സന്ദർഭത്തിൽ എനിക്ക് യാദൃച്ഛികമായി ഒരു അവസരം വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു. ആ സന്ദർഭം ഞാൻ നന്നായിട്ട് ഉപയോഗിച്ച്, ഞാൻ തന്നെയാണിത് ഉപയോഗിച്ചത്, ശരിക്കും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എൻ്റെ അപേക്ഷ അങ്ങ് പറഞ്ഞു. ഞങ്ങളുടെ സ്വന്തം ഭാഷ, ആ ഭാഷ കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനോട് സംസാരിക്കുന്നത്. ആ ഭാഷ നഷ്ടപ്പെടാൻ നിർത്തില്ല. അതുകൊണ്ട് ആ ഭാഷ എല്ലാ ജനതയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുമാറൊരു ബില്ലുണ്ടാക്കിയിട്ടുണ്ട്. ആ ബില്ല് ഒപ്പിടാതെ ഇവിടെ ഗവർണർ ഒപ്പിടാതെ വച്ചിരിക്കുകയാണ്. ഞാനും അടൂർ ഗോപാലകൃഷ്ണൻ സാറും എല്ലാം കൂടെ ഗവർണറെ കണ്ട് പ്രത്യേകം ഒരപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ പോയി, നന്ദകുമാർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് എനിക്കും അടൂർ സാറിനും ഓരോ വലിയ കസവ് ഒക്കെ അണിയിച്ചു തന്നു. പക്ഷേ ഒപ്പിട്ടില്ല. അപ്പോൾ ആ കസവിന് വിലയില്ലാതായി. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഒപ്പിടാതെ വച്ചിരിക്കുകയാണ്, ഇത് ഒപ്പിട്ട് കിട്ടണം. മലയാളിയുടെ മലയാളിത്തം സൂക്ഷിച്ചാലേ ഇന്ത്യയുടെ ഭാരതീയതയും സൂക്ഷിക്കാനൊക്കൂ. അദ്ദേഹം സമ്മതിച്ചു ശരിക്കും. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മലയാളത്തിൽ കൂടെയാണ് ഇന്ത്യയുടെ ആത്മാവിനെ തൊടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, എല്ലാ മാതൃഭാഷയും ദേശീയ ഭാഷയാണ്. നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. എല്ലാ മാതൃഭാഷയും ദേശീയ ഭാഷയാണ്. കാരണം എല്ലാ മാതൃഭാഷയിലും കൂടെ ആ ജനങ്ങളുടെ ഹൃദയമാണ് സ്പന്ദിക്കുന്നത്. അത് ഞാൻ ആവർത്തിച്ച് പലരോടും പറഞ്ഞു. മാതൃഭാഷയിൽ കൂടെ ഒരു ജനതയുടെ ഹൃദയസ്പന്ദം കേൾക്കാം എന്നത് നമുക്ക് അതറിയുന്ന ഒരു ഭരണാധികാരി ഉണ്ടാകുന്നു എന്നുള്ള നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4-ാം ദിവസം ഈ ബില്ല് ഒപ്പിട്ട് കിട്ടി. മലയാള ഭാഷാ ബില്ല് ഒപ്പിട്ട് കിട്ടി. അങ്ങനെയാണ് മലയാള ഭാഷാ ബില്ല് ഇവിടെ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ആയി വരുന്നത്. ഇനി അതിൻ്റെ നടത്തിപ്പുകളുണ്ട്. അതിന് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. കാരണം ഞങ്ങളൊക്കെ അസ്തമിക്കാറായവരാണ്. ഈ അസ്തമയത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ തളിരുകൾ വാടരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഓരോ ചിന്താരശ്മിയും പുതിയ തളിരുകളെ ഉദിപ്പിക്കാൻ ഉള്ളതായിരിക്കണം. നിങ്ങളാണ് അടുത്ത തളിരുകൾ വിടർത്തേണ്ടത്. നിങ്ങളുടെ കയ്യിലേക്കാണ് ഇത് പകരുന്നത്. കാരണം ഒരു നാട് ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ രൂപപ്പെടുമായിരിക്കും, സമ്പദ്ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ രൂപപ്പെടുമായിരിക്കും, രാഷ്ട്രനിർമ്മാതാവിൻ്റെ കയ്യിലും രൂപപ്പെടുമായിരിക്കും. പക്ഷേ ഒരു നാട് സ്വത്വമുള്ളതായി നിലനിൽക്കുന്നത് ഭാഷാപ്രവർത്തകരുടെ കയ്യിലാണ്. കാരണം നാടിൻ്റെ ഒച്ച, അതാണ് നാടിൻ്റെ അടയാളം. ശരിക്കും പറഞ്ഞാൽ നാട് എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത് ഒരു സോണിക് ഹിസ്റ്ററി എന്ന് പറയാം. നാദരൂപത്തിലുള്ളൊരു ചരിത്രമാണ്, നാദരൂപത്തിലുള്ളൊരു രാഷ്ട്രസ്വരൂപമാണ്. ആ രാഷ്ട്രസ്വരൂപത്തെ അങ്ങനെ തന്നെ നിലനിർത്താൻ, കൂടുതൽ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാൻ, കൂടുതൽ സമ്പത്തുള്ളതാക്കി ആ ഭാഷയെ മാറ്റാൻ അടുത്ത് പരിശ്രമിക്കേണ്ടുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളുൾപ്പെടുന്ന പുതിയ തളിരുകളാണ്. അവരുടെ കയ്യിലേക്കാണ് സമർപ്പിക്കപ്പെടുന്നത്. അവരുടെ കയ്യിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ വർദ്ധിതമായ ശക്തിയോടെ ഇത് നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വേണം. ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. കാരണം നമ്മുടെ നാട് അങ്ങനെ വരുമ്പോൾ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങും, സ്വന്തമായി സ്വപ്നം കാണാൻ തുടങ്ങും, സ്വന്തമായി പറയാൻ തുടങ്ങും, സ്വന്തം കവിത എഴുതാൻ തുടങ്ങും, സ്വന്തം കഥ എഴുതാൻ തുടങ്ങും. നമ്മൾ ശരിക്കും പരപ്രത്യയനേയ ബുദ്ധികളായി പോയാൽ, കാളിദാസൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് മൂഢ പരപ്രത്യയനേയ ബുദ്ധി.
മൂഢൻ പരപ്രത്യയനേയ ബുദ്ധിയായിരിക്കും. അന്യൻ നയിക്കുന്ന വഴിക്ക് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് പരപ്രത്യയനേയ ബുദ്ധി. മറ്റുള്ളവൻ എന്ത് ചെയ്തോ അതിനെ അതേപടി അനുകരിക്കുക മാത്രം ചെയ്യുന്ന കേവലം മൂഢത്വം ഉള്ള ജനത, അത് പരപ്രത്യയനേയ ബുദ്ധിയുള്ള ജനതയാണ്. അതേസമയം ആത്മപ്രത്യയമുള്ള ജനതയുണ്ടാവണം. സ്വന്തം പ്രത്യയം, സ്വന്തം ഉറപ്പ്, സ്വന്തം നിശ്ചയം, അത്തരം ജനതയ്ക്കാണ് സ്വാതന്ത്ര്യം ഉള്ളത്. സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ സ്വയം ഭരിക്കാനുള്ള ശക്തി, സ്വയം നയിക്കാനുള്ള ശക്തി, സ്വയം നിർണയിക്കാനുള്ള ശക്തി, സ്വയം നിയമിക്കാനുള്ള ശക്തി, അതുള്ളതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു ഭാഷയാണ് എൻ്റെ കാഴ്ചയിൽ ആത്യന്തികമായ സ്വാതന്ത്ര്യം. മനുഷ്യൻ സ്വന്തം ഭാഷ ഇല്ലെങ്കിൽ അവൻ സ്വതന്ത്രൻ അല്ല. നമ്മുടെ ഭാഷയിൽ ഒരുപാട് ഭാഷകൾ വേറെ വന്നിട്ടുണ്ട്, ശരിയാണ്. ആ ഭാഷകൾക്കെല്ലാം ഇവിടെ നമ്മൾ ഇടം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വന്ന എല്ലാ ഭാഷകളെയും നമ്മൾ സ്വീകരിക്കുകയും നമ്മുടേതാക്കി മാറ്റുകയും നമ്മൾ ചെയ്തു. ഇപ്പോൾ കസേര എന്ന വാക്കോ വരാന്ത എന്ന വാക്കോ കക്കൂസ്, കൈലേസ് തുടങ്ങിയുള്ള വാക്കോ ഒക്കെ എടുക്കാം, പുറത്തുനിന്ന് വന്നതാണ്. ഇവിടുന്ന് പുറത്തേക്ക് പോയ വാക്കുകളുടെ അത്രയും വരില്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന വാക്കുകൾ. നമ്മുടെ ഇവിടുന്ന് പുറത്തേക്ക് പോയ വാക്കുകളാണ് വളരെ കൂടുതൽ. ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രം നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷ് ഭാഷയിൽ ഏതാണ്ട് 50% ലോൺ വേർഡ്സാണ്, കടം കൊണ്ട വാക്കുകളാണ്. നമ്മൾ കടം കൊണ്ട വാക്കുകളല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ എടുത്ത് സംസ്കരിച്ച് നമ്മുടേതാക്കിയ വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എടുത്ത് സംസ്കരിച്ച് നമ്മുടേതാക്കി മാറ്റുന്നു. ഒരു ഭാഷാ പ്രക്രിയ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടേതായ നിർമ്മാണ ശക്തി വേണം, സ്വന്തം ശക്തി. ആ സ്വന്തം ശക്തി, സ്വത്വശക്തി നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊരു വിഷമം ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വാസ്തവത്തിലുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ ബൗദ്ധികമായി ഒട്ടും താഴെയല്ല, പക്ഷേ അവർ ഭാഷാപരമായി വളരെ പിന്നിലാണ്, വളരെ പിന്നിലാണ്. ദൈനംദിന വ്യവഹാരത്തിന് മാത്രമുള്ളതാണ് ഭാഷ എന്നൊരു തോന്നൽ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു തോന്നൽ ഭാഷയെ സംബന്ധിച്ചുണ്ട്. ഭാഷ ഒരു സമ്പൂർണ്ണ ജീവിതമാണ് എന്ന ഒരടിസ്ഥാനപരമായ ആത്മീയ ബോധം നമുക്ക് ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഞാൻ ഇപ്പോൾ മരിക്കാത്ത മനുഷ്യനായ MT വാസുദേവൻ നായരെ ഓർമ്മിക്കുന്നത്. അദ്ദേഹം ശ്രീ സന്തോഷ് കുമാർ ഇവിടെ പറഞ്ഞല്ലോ, ഒരു പള്ളിക്കൂടം എന്നൊരെണ്ണം ഞാൻ തുടങ്ങി. വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ കണ്ണീര് കുഞ്ഞുങ്ങളായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ. അവരുടെ നാവിൽ നല്ല വാക്ക്, നമ്മുടെ വാക്ക്, നല്ല വാക്ക് ഉദിക്കണമെങ്കിൽ അവരുടെ അനുഭവത്തിൽ അത് വരണം. അതുകൊണ്ട് നാട്ടുജീവിതം അനുഭവിച്ച്, ദൈനംദിന ജീവിതം അനുഭവിച്ച്, അടുത്തറിഞ്ഞ്, ഇടപഴകി, അങ്ങനെ കുഞ്ഞുങ്ങളിൽ നാട്ടുബോധം ഉദിക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണത് തുടങ്ങിയത്. പക്ഷേ അത് വേറൊരു വഴിക്ക് പോയതുകൊണ്ട് ഞാനിതിൽ നിന്ന് വിട്ടു. ഇടയ്ക്ക് തീർച്ചയാ MT വാസുദേവൻ നായർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനിത് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുവന്ന് തൊഴിയിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരെവിടെയാണ് ഉള്ളത്? ഒരു പള്ളിക്കൂടത്തിലാണ്, ഒരു സ്കൂളിലാണ്, അങ്ങോട്ട് പോകാം. അങ്ങനെ അദ്ദേഹം താമസിക്കുന്നിടത്ത് വന്ന് കുട്ടികളെല്ലാം കൂടെ വന്ന് തൊഴുന്നതിനേക്കാൾ നല്ലത് കുട്ടികളെ അങ്ങോട്ട് പോയി കാണുന്നതാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഞാനും കിളിമാനും മുഖവും കൂടെ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയി. പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ട് 2 വരി കുട്ടികൾക്ക് വേണ്ടി എഴുതിക്കണം എന്നെനിക്ക്. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എഴുതിക്കണം തോന്നി, ഒരു പേന കൊയ്യി കൊടുത്തു. അപ്പോൾ എഴുതിയതാണ് ഇന്ന് മലയാള ഭാഷയുടെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിക്കപ്പെട്ട സാധനം. അപ്പോൾ ഞാൻ തന്നെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വായിച്ചു കൊടുത്ത് പെട്ടെന്ന് എഴുതിയതാണ്. ഒരു മഹാകവിയിൽ നിന്ന് അത്തരം വാക്കുകൾ പെട്ടെന്ന് വരൂ എന്നെനിക്ക് ഉള്ളിൽ ഉണ്ടാക്കിയ അപൂർവം സന്ദർഭങ്ങളിലൊന്നാണത്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. ഹോംലാൻഡ് എന്നതും കൂടെ എടുക്കാം.
ഞാൻ താമസിക്കുന്ന വീട് മാത്രമല്ല, ഹോം ലാൻഡ് എൻ്റെ നാടാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്. എനിക്കുള്ള സ്പേസ് മുഴുവൻ, ഇടം മുഴുവൻ അതാണ്. ആലോചിച്ച്, ഈ ആകാശത്തിന് എത്രത്തോളം സങ്കല്പിക്കാമോ, ആകാശത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം സങ്കല്പിക്കാമോ അതെടുക്കാം. എനിക്കിഷ്ടം പോലെ പാറി നടക്കാം എൻ്റെ ഭാഷയിൽ കൂടെ. ആകാശത്തിന് അതിരില്ല. എൻ്റെ ഭാഷയിൽ കൂടെ എനിക്ക് പാറി നടക്കാൻ കഴിയുന്നതിൽ വേറൊരു ആകാശത്ത് എനിക്ക് നടക്കാനൊക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിന് മറ്റാകാശങ്ങൾക്ക് പരിധിയുണ്ട്. എൻ്റെ നാട്ടുഭാഷയുടെ ആകാശത്തിനൊരു പരിധിയും ഇല്ല. അത് നമുക്ക് കൃത്യമായിട്ടതറിയാം. ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയും ആണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. വളരെ ശാസ്ത്രീയതയും കാവ്യാത്മകതയും ദാർശനികതയും ശാരീരിക സത്യവും ഉള്ള ഒരു കവിതാവാക്യമാണ് ഈ വരികൾ. വിശദീകരിക്കാൻ പോയാൽ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പിറന്ന വീട് ഏതാണ് ആദ്യം? പലരും ഇന്നടത്ത് ആശുപത്രി എന്നൊക്കെ പറയും. കുട്ടികളൊക്കെ ആശുപത്രിയിലാണല്ലോ ഇപ്പോൾ പിറക്കുന്നത്, വീട്ടിലല്ല. ഏതോ ഇത്രയുള്ള ഒരു കൊച്ചു കുട്ടി, ഒരു 5 വയസ്സിനകത്തേ ഉള്ളൂ, 5 വയസ്സോളം അല്ലെങ്കിൽ 6 വയസ്സ്, ഒരു പെൺകുട്ടി. അവൾ എണീറ്റ് പറയാണ്, അമ്മയുടെ വയറാണ്. ഞാൻ കുട്ടിയെ തൊഴുതുപോയി. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. നിങ്ങളുടെ വീട്, ആദ്യം പറഞ്ഞ വീട് ഏതെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഞ്ഞിനത് തോന്നിയ മാതാവിൻ്റെ ഉദരം. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം. മാതൃഭാഷയാണ്. എൻ്റെ മാതാവിൻ്റെ ഉദരത്തിലാണ് ഞാൻ വളർന്നത്. ആലോചിച്ച് നോക്കൂ. ആ ഉദരത്തിൽ കിടന്നൊരു പരുവപ്പെട്ടതിന് ശേഷമാണ് മറ്റൊക്കെ ശക്തനാണെന്നൊരു ഭൂമിയിലേക്ക് വരുന്നത്. അതുവരെ അമ്മയുടെ വയറ്റിൽ ഈ പ്ലാസൻ്റയിൽ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു. അവിടുന്ന് അമ്മ ഊറ്റി തന്നതാണെല്ലാം. ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് കണ്ണില്ലാതെ കാണാനും കാതില്ലാതെ കേൾക്കാനും മൂക്കില്ലാതെ മണക്കാനും തൊലിയില്ലാതെ താളം അനുഭവിക്കാനും ഒക്കെയുള്ള നാവില്ലാതെ രസിക്കാനും എല്ലാം കൊടുത്ത് 5 ഇന്ദ്രിയങ്ങളുടെ അനുഭവം ഉണ്ടാക്കി കൊടുത്ത് കുട്ടിയിൽ ബോധം ഉറപ്പിക്കുന്നത് അമ്മയാണ്. ഇതുതന്നെയാണ് ഒരു മാതൃഭാഷ ഒരു കുഞ്ഞിൽ ചെയ്യുന്നത്. ഒരു കുഞ്ഞിൻ്റെ പഞ്ചേന്ദ്രിയാനുഭവങ്ങളെയും ശരിക്കും അനുഭവത്തിലൂടെ തന്നെ ഉണർത്തി ഫലിപ്പിച്ച് ആ കുട്ടിയുടെ സ്വന്തമാക്കുന്നത്, പ്രപഞ്ചത്തോട് ഈ കുട്ടിയെ ഘടിപ്പിക്കുന്നത് ഈ ഭാഷ തന്നെയാണ്. അതാണ് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. പലരും ഈ കാര്യം ശ്രദ്ധിച്ചു എന്ന് വരില്ല. നമ്മുടെ DNA-ക്കുള്ളിൽ ഇതിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ട്, ഈ ശക്തി. അത് സമൂഹം തന്നത്, അമ്മയിൽ കൂടെ തന്നത്. കളക്റ്റീവ് മെമ്മറി എന്ന് പറയുന്ന ഒന്ന് സമൂഹത്തിലൂടെ, അമ്മയിലൂടെ നമുക്ക് കിട്ടിയത്. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വചനശക്തിയായി നമ്മിലേക്ക് കിടപ്പുണ്ട്. തൊട്ടാൽ ഉണരും. നമ്മൾ തൊടണം എന്നേ ഉള്ളൂ. അങ്ങനെ തൊടാൻ നമുക്കെപ്പോഴും കഴിയാറില്ല. ഞാൻ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, വാക്ക് മണക്കുന്നിനിക്കുന്നു, വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു, കിക്കിളിയാക്കുന്നു, നാദമായി വന്ന് എന്നെ അക്കരെ കൊണ്ടുപോകുന്നു. വാക്കെന്ന് പറയുന്നത് ഇവിടെ ബോധത്തിൻ്റെ സ്ഫുരണമാണ്. ആ ബോധത്തിൻ്റെ സ്ഫുരണം എൻ്റെ രക്തത്തിനുള്ളിൽ, അകത്ത് കോശങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ എൻ്റെ ചെറിയ ബോധത്തിൻ്റെ കോശത്തിനുള്ളിൽ കിടന്നിട്ട് മണമായി, മധുരമായി, വിളക്കായി, രസനയിലെ രസമായി എല്ലാം എന്നെ അനുഭവിപ്പിക്കുന്നു. അങ്ങനെ അനുഭവിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിത് അറിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എങ്ങനെ ജനിച്ചു വന്ന് ആദ്യം പാല് കുടിച്ചപ്പോൾ നുണഞ്ഞു. ബോധവൽക്കരണ ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. അതിന് പ്രത്യേകം ഇപ്പം ഇന്നാണെങ്കിൽ പുഞ്ചിരിക്കാൻ വരെ ബോധവൽക്കരണ ക്ലാസ് വേണം.
എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് ഇതറിയാം. അമ്മ എന്തെല്ലാം മോനെ എന്ന് പറയുമ്പോൾ തന്നെ ചിരിക്കാൻ അറിയാം. അമ്മ പാടുമ്പോൾ ആ പാട്ട് കുട്ടിക്കറിയാം. അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ കുട്ടി ഏതോ എവിടെയോ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഓർമ്മിച്ചാണ് ഈ സ്വരത്തിൻ്റെ മാധുരിയെ അറിയുന്നത്. ഒരു വത്സലനാദത്തിൽ ആദിസംഗീത ശ്രുതി കേൾക്കാം. അത് ഒരു കുട്ടിയിലുണ്ടാകുന്നു. അമ്മയിൽ നിന്ന് പറന്നു വരുന്ന കുട്ടിയിൽ ഇതുണ്ടാകും പോലെ തന്നെ ഈ നാട്ടുമണ്ണിൽ ജീവിക്കുന്ന ഓരോ കുട്ടിയിലും നാടാകുന്ന അമ്മ, സമൂഹമാകുന്ന അമ്മ ഇതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഭാഷയായി നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഭാഷയായിരിക്കണം, ഭാഷ ജീവിതമായിരിക്കണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയുടെ സർഗസിദ്ധികളെ നമ്മൾ ഉപയോഗിക്കുക വേണം. ഭാഷ തനിച്ചുണ്ടാവുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ജീവിതം ഉള്ളിടത്തെ അതിൻ്റെ ഉച്ചാരണം ഉള്ളൂ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവോ അതിൻ്റെ ഉച്ചാരണമാണ് നമ്മളിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടറിയാം, തകഴിയുടെ രണ്ടിടങ്ങഴി എന്നൊരു നോവലുണ്ട്, അറിയാമല്ലോ. ആ രണ്ടിടങ്ങഴിയിൽ പഴയ ജീവിതമാണ്. പഴയ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ ഓരത്തുള്ള ജീവിതമാണ്. എൻ്റെ 9ാം ക്ലാസ് കാലത്താണ് ഞാൻ ആദ്യമായിട്ട് രണ്ടിടങ്ങഴി വായിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. PN പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ വായനശാല പ്രവർത്തകൻ, അദ്ദേഹം എൻ്റെ നാട്ടിലെ പൊട്ട വായനശാലയുടെ മുമ്പിൽ വന്ന് നിന്ന് വിശന്ന് ഉണങ്ങാറായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വായനയ്ക്ക് വേണ്ടി പട്ടിണി കിടന്ന് ഓടി നടന്ന ഒരാളാണ്. ആ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വേഷം വരെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇങ്ങനെ വായനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തകഴിയുടെ രണ്ടിടങ്ങഴിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന 8ലോ 9ലോ ആണ്, 8ാം ക്ലാസ്സാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ തകഴിയുടെ രണ്ടിടങ്ങഴി വായിക്കുന്നത്. ആ രണ്ടിടങ്ങഴിയിൽ അന്ന് വായിച്ചതിലെ ഒരു വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുട്ടിൽ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പുട്ടിൽ. ഇന്നത്തെ മലയാള നിഘണ്ടുവിൽ മിക്കവാറും ലെക്സിക്കണിൽ കാണൂല്ലേ? ലെക്സിക്കണിലുണ്ട് പുട്ടിൽ. എന്താണ് പുട്ടിൽ? പുട്ടിലുണ്ടാക്കിയിരുന്നതും പുട്ടിലുപയോഗിച്ചിരുന്നതും കുട്ടനാടൻ പ്രദേശത്തുള്ള പൊലയ വിഭാഗ, കൂടുതലും പറയരും പൊലയരുമാണ്. ആ പുട്ടിലെന്ന് പറയുന്നത് അവരുടെ ഉടുപ്പാണ്. ആൾനീളനുടുപ്പ്, നഗ്നത മുഴുവൻ മറയ്ക്കാൻ ഈ ഒറ്റ പുട്ടിലേ ഉള്ളൂ. അവരുടെ കൊടയാണ്, മഴ പെയ്താൽ നനയാതിരിക്കാൻ ഇതിങ്ങോട്ട് മുകളിലോട്ടാക്കിയിടുന്ന സാധനമാണ്. അവരുടെ സഞ്ചിയും പത്തായവുമാണ്. ഇതാ അവരുടെ 2 വശത്തും പോക്കറ്റൊക്കെ ഉണ്ട്. അതിനകത്താണ് അവർ നെല്ലിടുന്നത്. കൂലിയായിട്ട് കിട്ടുന്ന ഇത്ര നെല്ല് ഇതിനകത്ത് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അത് തന്നെ അവർ വീട്ടിൽ കൊണ്ട് ഇടുമ്പോൾ, നമ്മളിപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നാൽ അപ്പോൾ ഒറ്റ കോണകം മാത്രം ഉടുത്തവനായിരിക്കും ഇവൻ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ ഈ പുട്ടിലാണ് എടുത്തിട്ട് കൊടുക്കുന്നത്. തടുക്ക്, പായയും പുട്ടിലാണ്. വിവിധോദ്ദേശമാണ്, ഒരൊറ്റ സാധനം. ഇത് മലയാള നാടിൻ്റെ, കുട്ടനാടിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരു വസ്തു ഉണ്ടായി. അതിൽ നിന്നാണ് ഒരു വാക്കുണ്ടായത്. നമ്മുടെ ഉത്പാദനം എന്ന് നിശ്ചയിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വാക്കുണ്ടാവും. നമ്മൾ കണ്ടെത്തുന്നെങ്കിൽ നമുക്കതിൻ്റെ വാക്കുണ്ടാവും. നാഴികവട്ട, ചങ്ങലവട്ട എന്നൊക്കെ പഴയ ചില സാധനങ്ങളുടെ പേരുണ്ട്. ആ ചങ്ങലവട്ട, നാഴികവട്ട എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതേ സാധനങ്ങളുടെ പേര് വേറെ ദേശത്ത് അതേപടിയില്ല. അതേസമയം ഇത് പിന്നീടുണ്ടാക്കിയ പലരും, പിന്നീട് അവരുണ്ടാക്കിയതിന്, ഇപ്പോൾ കമ്പ്യൂട്ടർ അവരുടെ പേരാണ്. തമിഴൻ അതിന് ഗണനി എന്ന് പേര് കൊടുത്തു. നമ്മളതിന് ഇപ്പോഴും കമ്പ്യൂട്ടർ എന്ന് തന്നെ പറയുന്നു, ഒരു കുഴപ്പമില്ല. ആ കമ്പ്യൂട്ടിങ് എന്ന വാക്കിനെ നമ്മൾ അതേപടി എടുത്തിട്ടുണ്ട്, നമ്മൾ സ്വീകരിച്ചു, അത് കുഴപ്പമില്ല. നമ്മൾ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, നമ്മൾ സ്വയം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ പേര് വേറെ ആകുമായിരുന്നു.
പക്ഷേ ആധുനിക മലയാള ബുദ്ധി ആംഗലേയ ദാസ്യബുദ്ധിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ സാധനം ഉണ്ടാക്കിയാൽ അതിനിടുന്ന പേര് ഇംഗ്ലീഷിലായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് പലപ്പോഴും പുതിയ സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ഇംഗ്ലീഷിലാണ് പേരിടുന്നത്. മലയാളത്തിൽ പേരിടാനുള്ള ചിന്ത, സ്വപ്നം, സർഗശേഷി നഷ്ടപ്പെട്ട ജനതയാണ് ഭരിക്കാനിരിക്കുന്നതെന്നർത്ഥം. ഒരു പ്രത്യേക കക്ഷിയല്ല സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലേ ചിന്ത വരൂ, മലയാളത്തിൽ ചിന്തിക്കാനൊക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ വാസ്തവത്തിൽ അവർക്ക് മുമ്പേ ഇരുന്ന ചിലരെ ഓർമ്മിക്കുന്നില്ല. ബാബു പോൾ എന്നൊരു ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാൾ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്തിൽ മാത്രമേ ഉത്തരവെഴുതൂ. കാരണം അദ്ദേഹത്തിന് മലയാളത്തിൽ ചിന്തിക്കാൻ അറിയാമായിരുന്നു. അവിടെയാണ് എം ടിയുടെ ഈ വാക്യം നമുക്ക് പ്രധാനമാവുന്നത്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. നമ്മുടെ സങ്കല്പത്തിൻ്റെ ഭാഷ, നമ്മുടെ സ്നേഹത്തിന് കുര്യപ്പുഴ ശ്രീകുമാർ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ പറയുന്നത് ആ ഭാഷയ്ക്കാണ് ശക്തി. അതുകൊണ്ട് ഒരു നാടിൻ്റെ ഒരേ മനസ്സ്, ഒരേ സ്നേഹം, ഒരേ സർഗശക്തി, ഒരേ തരത്തിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ ചെടികളോടും വള്ളികളോടും ഈ ജന്തുജാലങ്ങളോടും നമുക്കൊരു കൂറ് വേണമെങ്കിൽ, നമ്മുടെ പുഴയോടും മലയോടും നമുക്കൊരു സ്നേഹം വേണമെങ്കിൽ, നിശ്ചയമായും അവയോട് ആത്മബന്ധം വേണമെങ്കിൽ നിശ്ചയമായും അവനവൻ്റെ ഭാഷ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കും. അത്തരത്തിൽ ഒരു സമീപനമാണ് ഭരിക്കുന്നവർക്കും, അതിൻ്റെ നയത്തെക്കുറിച്ചും മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ പറയുന്നില്ല, ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ഒരേപോലെ വേണ്ടത്, ഭരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടുന്നത്. ആ വിധത്തിൽ ഒരു നാടിനോട് സമ്പൂർണമായി വർഗവർണ്ണഭേദങ്ങളൊന്നുമില്ലാതെ നാടിനോട് സമ്പൂർണമായി സമദർശനത്തോടെയുള്ള സമീപനം ഉണ്ടാകുമ്പോഴാണ് ഭൂതകാലത്തോടു പോലും നീതി ചെയ്യാൻ കഴിയുന്നത്. കാരണം ഭൂതകാലമാണ് ഈ വാക്കുകൾ തന്നത്. ഭൂതകാലത്തിൻ്റെ സംസ്കാരമാണ് നമ്മൾ എടുത്ത് കുറിക്കുന്നത്. ഇപ്പം നമ്മൾ കുത്തി ഉണ്ണുന്നത് ഇതുവരെ ഉണ്ടാക്കി വെച്ച സംസ്കാരത്തിൻ്റെ ഫലങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ പോയാലും സ്വപ്നം കാണുന്നത് സ്വന്തം ഭാഷയിലായിരിക്കണം എന്നെപ്പോലുള്ളവർക്ക് വലിയ 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 ആഗ്രഹമുണ്ട്. എല്ലാ ഭാഷയും മാതാക്കളാണ്. എല്ലാ ഭാഷയെയും സ്വന്തം മാതാവിനെ പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും വേണം. കാരണം നമ്മളൊരു ഭാഷയെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭാഷയിൽ ജീവിച്ച, ആ ഭാഷയിൽ കൂടെ ഉയർന്നു വന്ന ഒരു ജനതയെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആ ജനതയെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റു ഭാഷകളെല്ലാം അതേപടി ഒരു ഭേദബുദ്ധിയും കൂടാതെ സ്വീകരിക്കാം, സ്നേഹിക്കാം. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മയായി തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. ഇതൊരു ജനറ്റിക്കായിട്ടുള്ള ഒരു തത്വം കൂടിയാണ്. എവിടെ പൊടിച്ചാലും വിത്തിൻ്റെ ഉള്ളിലെ തനിമ ഒരിക്കൽ തെളിഞ്ഞേക്കാം. എവിടത്തെ അന്നം നുണഞ്ഞാലും പൊക്കിളിൻ തനിരസം താനേ ഉണർന്നേക്കാം എന്ന് ഞാൻ തന്നെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എഴുതി അമേരിക്കയിൽ വെച്ച് ഒരു ഊണ് കഴിച്ചപ്പോഴാണ്. അമേരിക്കയിൽ വെച്ച് നാടൻ ഓണത്തിൻ്റെ ഊണ് കഴിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നി എഴുതിയതാണ്, എവിടെ പൊടിച്ചാലും വിത്തിൻ്റെ ഉള്ളിലെ തനിമ ഒരിക്കൽ തെളിയും. ആ വിത്തിൻ്റെ തനിമ നിലനിർത്തുമാറാകണം. എവിടത്തെ അന്നം നുണഞ്ഞാലും പൊക്കിളിൻ തനിരസം, എൻ്റെ അമ്മയുടെ നാഭിയിൽ നിന്ന് കിട്ടിയതിൻ്റെ രസം അത് തനിയെ ഉണരും. ഒരമ്മ എന്ന് പറയുന്നതിൻ്റെ പാലനശേഷി, ആജീവനാന്തമായ ജാഗ്രതയുടെ ശേഷി സ്വന്തം ഭാഷയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ മാതൃഭാഷ എന്ന് വിളിക്കുന്നത്. ആജീവനാന്തം നമ്മളെ പുണർന്നു നിൽക്കാൻ, നമ്മൾ മറ്റാരും ഇല്ല എന്ന് വന്നാലും ഒരമ്മയുണ്ടാവും കൂടെ, ഉറപ്പാണ്. മറ്റാർക്കും എന്നെ ചൊല്ലി കണ്ണു നിറഞ്ഞില്ലെങ്കിലും ഒരമ്മ കാണും കരയാൻ. ഞാൻ എത്ര വിശന്നാലും അമ്മയ്ക്ക് ബോധമില്ലെങ്കിൽ പോലും നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരമ്മയുണ്ടാവും. അമ്മയ്ക്ക് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ബോധമില്ലാതെ കിടക്കുന്ന അമ്മ തന്നെ മകൻ അമ്മ
എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് അനങ്ങിയിട്ട് നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അതാണ് മാതൃശക്തി. ആ മാതൃശക്തി ഒരു ഭാഷയ്ക്കുണ്ട്. ആ ഭാഷ ഇങ്ങനെ ഒരു ജനത ജീവിക്കുന്നിടത്തോളം അവരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. പിന്നെ നാമാണ് ജീവിതത്തെ പുഷ്ടിപ്പെടുത്തി ഈ ഭാഷയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. ഭാഷ ശക്തിപ്പെടുത്താനല്ല, നമ്മളെ ശക്തിപ്പെടുത്താൻ. നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ അതിൻ്റെ തെളിവായിട്ട് നമ്മുടെ ഭാഷയും വന്നോളൂ. അതിൻ്റെ തെളിവും ശേഷിപ്പുമാണ് ഭാഷ. അങ്ങനെ വാസ്തവത്തിൽ 10,000-കണക്കിന് വർഷങ്ങളുടെ തിരുശേഷിപ്പായ ഒരു നാദസ്വരൂപത്തെ, ജനതയുടെ ആത്മസ്വരൂപത്തെ, അതിൻ്റെ തിരുശേഷിപ്പിനെ നിലനിർത്താനുള്ള നല്ല മാനസമായ ശക്തി എല്ലാവർക്കും, ഗവേഷകരായ നിങ്ങൾക്ക്, ജനതകൾക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു സന്ദർഭമാണ് എനിക്ക് തന്നത്. എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വായി തോന്നിയത് പറഞ്ഞേ ശീലമുള്ളൂ. മുന്നൊരുക്കങ്ങളൊന്നും ഇതിലില്ല. വായി തോന്നിയത് പറഞ്ഞാണ് ശീലം. സന്തോഷമറിയാം. അതുകൊണ്ട് എൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്ന് തോന്നിയാൽ ചോദിക്കാം. പക്ഷേ ഉത്തരം പറയാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ പറയാം. അത്ര തന്നെ, വേറൊന്നുമില്ല. നമസ്കാരം. വളരെ ദീർഘമായി സുനിൽ സാറ് നമ്മോട് സംസാരിച്ചു. ഭാഷയുടെയും മലയാളത്തിൻ്റെയും ഒക്കെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കവിത